26ാമത് ദോഹ. സങ്കടത്തെ ഹനുമാൻ ചുടാവേ മനുക്രമവചന ധ്യാനുജോ ലാവേ. മനസാവാച കർമ്മണ ഹനുമാനിൽ ശരണാഗതി അടയുന്നവരെ എല്ലാ കഷ്ടതകളിൽ നിന്നും മോചിപ്പിക്കുന്ന ചിരഞ്ജീവിയായ പ്രത്യക്ഷദേവനായ സങ്കടമോചന ഹനുമാനെയാണ് ഇവിടെ പറയുന്നത്. അതിനുദാഹരണം തുളസീദാസിൻ്റെ ജീവിതം തന്നെയാണ്. ഉത്തർപ്രദേശിൽ ഗംഗാനദിയുടെ തീരത്തുള്ള സോരോണിലാണ് തുളസീദാസ് ജനിക്കുന്നത്. ജനിച്ച് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അമ്മ മരിക്കുന്നു. ജ്യോതിഷപ്രകാരം മാതാപിതാക്കൾക്ക് അപകടകരമായ അശുഭനക്ഷത്രത്തിലാണ് കുഞ്ഞിൻ്റെ ജനനമെന്ന് മനസ്സിലാക്കുന്ന പിതാവ് കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകുന്നു. പിന്നീടൊരു ഭിക്ഷക്കാരിയാണ് ആ കുഞ്ഞിനെ വളർത്തിയത്. രാം എന്ന നാമമായിരുന്നു കുഞ്ഞ് ആദ്യമായി ഉച്ചരിച്ചത്. അതുകൊണ്ട് രാം ബോല എന്ന പേര് വന്നു. ഭിക്ഷക്കാരിയായ പാർവതീമ സൂർദാസും കബീർദാസും രചിച്ച ഈശ്വരനാമങ്ങൾ പാടിക്കൊണ്ടാണ് ഭിക്ഷ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കുഞ്ഞു പഠിച്ചത് ഇതൊക്കെയാണ്. പക്ഷേ രാംബോലയ്ക്ക് 7 വയസ്സാകുന്നതിന് മുമ്പ് പാർവതിമായും മരിക്കുന്നു. പിന്നീട് ആ കുഞ്ഞിൻ്റെ നിഴൽ വീഴുന്നത് പോലും അമംഗളമാണെന്ന് വിശ്വസിച്ച നാട്ടുകാർ ആ കുഞ്ഞിനെ ഭിക്ഷയാചിക്കാൻ സമ്മതിച്ചില്ല. ദൂരെ നിന്ന് തന്നെ ആട്ടിയോടിക്കും. വേറെ നിവൃത്തിയില്ലാതെ ആ ഗ്രാമം ഉപേക്ഷിച്ച് ചിത്രകൂടത്തിലേക്ക് പോയി ഒരു പഴയ ഹനുമാൻ ക്ഷേത്രത്തിൽ അഭയം തേടുന്നു. അവിടെ ധാരാളം കുരങ്ങന്മാരുണ്ട്. അവരുടെ കൂടെയായി പിന്നീടുള്ള ജീവിതം. കുരങ്ങന്മാർക്ക് അതുവഴി പോകുന്ന ആൾക്കാർ പുഴുങ്ങിയ കടല, പഴങ്ങൾ, ഭക്ഷണങ്ങളൊക്കെ നൽകും. അതായിരുന്നു കുഞ്ഞിൻ്റെയും ഭക്ഷണം. പാർവതീമ പഠിപ്പിച്ച കീർത്തനങ്ങൾ പാടി ആ ക്ഷേത്രത്തിൽ വളർന്നു. കുറച്ചുകൂടി വളർന്നപ്പോൾ അദ്ദേഹം നേരെ അയോധ്യയിലേക്ക് പോയി. അവിടെയുള്ള ഹനുമാൻ ക്ഷേത്രത്തിലായിരുന്നു പിന്നീട് അദ്ദേഹം തൻ്റെ ഗുരുവിൻ്റെ അടുത്ത് എത്തുന്നിടം വരെയുള്ള ജീവിതം. സാക്ഷാൽ പാർവതീദേവി ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ രൂപത്തിൽ നിത്യവും അവിടെ വന്ന് രാംബോലയെ ഊട്ടിയിരുന്നു എന്നൊരു കഥയും കൂടിയുണ്ട്. ഹനുമാൻ സ്വാമിയുടെ സംരക്ഷണയിൽ ബാലനായ തുളസീദാസ് വളർന്നു. അവസാന കാലഘട്ടം വരെ തുളസീദാസിനെ കാത്തുരക്ഷിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി കൂടെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും.